കേരളത്തിന്റെ ചരിത്രപഥത്തിൽ സവിശേഷ പ്രാധാന്യമുള്ള ഒരിടമാണ് ചേറ്റുവ. തൃശൂർ ജില്ലയിൽ ചാവക്കാട് പട്ടണത്തിൽ നിന്ന് ദേശീയപാതയിലൂടെ സഞ്ചരിച്ചാൽ കടപ്പുറം പഞ്ചായത്തിലെ ചേറ്റുവയിലെത്തും. മീൻപിടുത്തം, കയർ നിർമ്മാണം, ടൂറിസം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഉപജീവന മാർഗങ്ങൾ. ഈ പ്രദേശത്തിന്റെ പ്രധാന കാർഷിക വിളയാണ് തെങ്ങ്. ചേറ്റുവ പുഴയിൽ നിന്ന് കക്കവാരിയും മീൻ പിടിച്ചുമൊക്കെയാണ് യുവാക്കൾ സമയം ചെലവിടുന്നത്. കുറേയേറെ പേർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറും. എന്നാൽ രായമരയ്ക്കാർ വീട്ടിൽ RV അബ്ദുൾ സലീമിനെ പോലെയുള്ള അപൂർവം ചിലർ കൃഷിയും കാലിവളർത്തലുമൊക്കെയായി കഴിഞ്ഞുകൂടുന്നു. എനിക്ക് പാരമ്പര്യമായിട്ട് എല്ലാവരും ഇപ്പൊക്കെ കൃഷി ഇപ്പം പ്രവാസിയായിരുന്നു. ഞാനും 34 വർഷം പ്രവാസിയായിരുന്നു. 3 കൊല്ലം ആയി ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ കൃഷിയിൽ കാര്യങ്ങളിൽ ഇങ്ങനെ എല്ലാം കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ സംരംഭം തുടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഫുൾ ആക്റ്റീവായി കൃഷിയിലേക്ക് വന്നു. പിന്നെ പറയാനുള്ളത്, പിന്നെ നമ്മൾ വന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അനിമൽസ് ഫീഡ്സ് മാത്രമേ ഉള്ളൂ. പശു, ആട്, കോഴി, താറാവ്, ബേഡ്സ്, മുയൽ, പൂച്ച, അങ്ങനെയായിട്ട് കുറച്ച് ജൈവവളങ്ങൾ, അങ്ങനെയായിട്ട് കുറച്ച് സംരംഭം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 3 വർഷമായി അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ അപ്പോൾ അങ്ങനെ തുടങ്ങി കുറച്ച് ആടുകളും പശുക്കളും പോത്തും പിന്നെ കോഴിയും പിന്നെ മുയൽ, ടർക്കി, അങ്ങനെയായിട്ട് കുറേശ്ശായിട്ട് ഇങ്ങനെ വന്ന് അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. കൂടുതലും കാരണം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റുള്ള കാരണമാണ് ഇത് തുടങ്ങിയത്. പതിറ്റാണ്ടുകളുടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് സലീം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞത്. ഉപ്പുവെള്ളം നിറഞ്ഞൊഴുകുന്ന ചേറ്റുവ പുഴയുടെ തീരത്താണ് അബ്ദുൾ സലീമിന്റെ കൃഷിയിടം സ്ഥിതി ചെയ്യുന്നത്. മണ്ണിന് അനുയോജ്യമായ രീതിയിലാണ് ഈ പ്രദേശത്തെ കൃഷി. ചേറ്റുവ പാലം വരുന്നതിനു മുമ്പ് കടത്തുവഞ്ചിയെ മാത്രം ആശ്രയിച്ചായിരുന്നു ഗതാഗതം. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ജലപ്പരപ്പിൽ അങ്ങിങ്ങായി മീൻപിടുത്തക്കാരുടെ വഞ്ചികൾ. ഞങ്ങളെ ഈ പുഴയ്ക്കും ഉണ്ട് ഒരു കഥ. ഞങ്ങൾ ചെറുപ്പകാലത്ത് ഈ പുഴയിലും കരയിലുമായിട്ടാണ് ഇങ്ങനെ വഞ്ചി കുത്തിയിട്ടും ഒക്കെ നടന്നിരുന്നതാണ്. ഇവിടെ ധാരാളം കക്കകൾ കിട്ടും. ആ കാണുന്നതൊക്കെ കക്കകളാണ്, കക്കകൾ കിട്ടുന്ന വഞ്ചികളാണ്. ഈ നേരെ സ്ട്രെയിറ്റ് കാണുന്നത് ടിപ്പുവിൻ്റെ കോട്ടയാണ്, ചേറ്റുവ ടിപ്പുവിൻ്റെ കോട്ട. ഈ കാണുന്ന സ്ട്രെയിറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളെ ചേറ്റുവ പാലമാണ് ആ കാണുന്നത്. ആ ചേറ്റുവ പാലം 1984 അത് നിർമ്മാണം കഴിഞ്ഞത്. അതിൻ്റെ മുന്നേ ഞങ്ങൾ പോയിരുന്നത് ഇവിടെ കടത്ത് തോണിയും പിന്നെ ചങ്ങാടമായിരുന്നു, ഫെറിയായിരുന്നു, ചേറ്റുവ ഫെറി. അതിൽ വണ്ടി അങ്ങോട്ട് പോകാനും കാറ് വണ്ടിയും ഒക്കെ ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം അന്ന് ഫെറിക്ക് ഉണ്ടായിരുന്നു. പിന്നെ കടത്ത് വള്ളം ഉണ്ടായിരുന്നു. നമുക്ക് അവിടുന്ന് വേണം നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട്. അവിടെ പോയാൽ കടത്ത് വള്ളം എത്തിലാണ് ഞങ്ങൾ ഇവിടെ ആദ്യമേ ചെറുപ്പത്തിൽ 40-45 വർഷം മുന്നേ ഞങ്ങളിവിടെ ഗതാഗതമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ പുഴ. ഈ പുഴയിലാണ് ഞങ്ങൾ ഇവിടെ ആദ്യത്തെ വീടുണ്ടാക്കിയത്. ഈ മാഞ്ഞാലി എന്നൊക്കെ വലിയ വലിയ വള്ളങ്ങളിലാണ് കട്ടകളും മണലുകളും ഒക്കെ വന്നിരുന്നത്. അത്രയും 45 വർഷം മുന്നേ ഇവിടെ ഒരു ഗതാഗത സൗകര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഗതാഗതം എന്ന് പറഞ്ഞത് ഈ പുഴയിൽ മാത്രമേ ഉള്ളൂ ഗതാഗതം. അപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അക്കരെ പോകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് വഞ്ചി വിളിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്തിരുന്നതും ഇപ്പോൾ വാപ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ കടത്ത് വള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് ഇവിടെ വന്നിട്ട്, അവിടെ കടവിൽ ഇറങ്ങിയിട്ടാണ് വണ്ടിയിൽ വന്നിട്ട് ഇവിടെ നിന്ന് കടത്തിൽ ഇറങ്ങിയിട്ട് വേണം ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാനായിട്ട്. അപ്പോൾ അത്രയും അടുത്ത സൗകര്യമായിരുന്നു. ഞങ്ങളെ നാഷണൽ ഹൈവേ ആണ് ഇത്. സൂര്യോദയത്തിന് മുമ്പ് തന്നെ കക്ക വാരുന്നവർ പുഴയിലെത്തിയിരിക്കും. ഈ പുഴയ്ക്കുമുണ്ട് പറയാൻ ചരിത്രപരമായ ഒട്ടേറെ കഥകൾ.
സലീമിന്റെ തോട്ടത്തിലും പ്രധാന കാർഷിക വിള തെങ്ങാണ്. വല്യുപ്പയുടെ കാലത്താണ് തെങ്ങ് കൃഷി തുടങ്ങിയത്. അന്ന് നെല്ലും കൃഷി ചെയ്തിരുന്നു. കൂടാതെ വാഴകൃഷി. ഇന്ന് ആടുമാടുകളും പശുക്കളും കോഴികളുമെല്ലാം ഉണ്ട് സലീമിന്റെ ഫാമിൽ. പോത്ത്, പശുക്കൾ എന്നിവയുമുണ്ട്. കൂടാതെ ആടുകൾ, വാത്ത, താറാവ്, ടർക്കി തുടങ്ങി വിവിധ ഇനം കോഴികൾ, മുയൽ എന്നിവയെയും പരിപാലിക്കുന്നുണ്ട്. അബ്ദുൾ സലീമാണ് ഇവയ്ക്ക് തീറ്റ നൽകുന്നത്. വലകെട്ടി തുറസായ സ്ഥലത്താണ് ആടുകൾക്ക് തീറ്റ കൊടുക്കുന്നത്. ആടുകളിൽ കറവയുള്ളവയും ഇല്ലാത്തവയുമുണ്ട്. മലബാരിയുടെ സങ്കര ഇനം, ബീറ്റിൽ തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെയുള്ളത്. തൊഴുത്തു കഴുകിയ ചാണകവും സ്ലറിയുമെല്ലാം വിളകൾക്ക് ചുവട്ടിലാണ് നിക്ഷേപിക്കുന്നത്. തോട്ടത്തിൽ ഒരു ജോലിക്കാരൻ തിരക്കിട്ട് തെങ്ങിന് തടമെടുക്കുന്നതിലും വെള്ളം നനയ്ക്കുന്നതിലും കള പറിക്കുന്നതിലും വ്യാപൃതനായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നല്ല ചാവക്കാട് തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രതിരോധ ശേഷിയുള്ള തെങ്ങുകളാണ് ചാവക്കാട് തെങ്ങുകൾക്കുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് ഉപ്പുവെള്ളത്തിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. ഉപ്പുവെള്ളത്തിൻ്റെ ഏരിയയിൽ നമുക്ക് ഇവിടെ ഉപ്പുവെള്ളം പറമ്പിൽ കൊണ്ട് കയറില്ല. പക്ഷേ ഉപ്പിൻ്റെ അംശമുള്ളതുകൊണ്ട് കീടനാശിൻ്റെ ശല്യമോ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. പിന്നെ നമ്മൾ ഈ കടകൾ എപ്പോഴും തുറന്നിട്ടിട്ടാണ് വെക്കാറ്. തീരെ ഞാൻ മൂടാറില്ല. വേനലിക്ക് മൂടില്ല, വർഷക്കാലത്ത് മൂടില്ല. ഇതിൽ ഇങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുനടക്കും കടകൾ. വളമിടാൻ നേരത്ത് മാത്രം മാറ്റിയിട്ട് പൊലിയിടും. അത് ഇട്ടിട്ടാണ് നമ്മൾ വളം ഇടുക. എന്നിട്ട് ആ പൊലി വീണ്ടും അതിലേക്ക് മേലെ പരത്തിയിടും, വളം ഒന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട്. ഇത്ര ഇത് പറയുകയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ ഉയർന്നാണ്. വെള്ളക്കെട്ടിൻ്റെ ശല്യം ഉണ്ടാവാറില്ല തീരെ. വെള്ളക്കെട്ടിൻ്റെ ശല്യം തീരെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ തെങ്ങിന് കേടുപാടുകൾ പറ്റുന്നില്ല. ഈ തെങ്ങ് നമുക്ക് ഈ പരിസരത്തേക്ക് അനുയോജ്യമായ തെങ്ങ് മാത്രമുള്ളൂ ഇവിടെ. അതാണ് മറ്റുള്ള തെങ്ങുകൾ മറ്റുള്ള ബ്രീഡുകൾ എത്ര വെച്ചാലും അത് തന്നെ ഒരു ഷോർട്ട് ലൈഫുള്ളൂ. അത് അത്രേ കിട്ടുള്ളൂ. ചാണകവും കോഴിക്കാഷ്ടവുമാണ് തെങ്ങിന് ചുവട്ടിൽ ഇടുന്നത്. കൂടാതെ ആട്ടിൻ കാഷ്ടവും ഇട്ടുകൊടുക്കും. തെങ്ങിൻ തടം ഒരിക്കലും മൂടാറില്ല. മിച്ചം വരുന്ന ചകിരിയും തെങ്ങിൻ ചുവട്ടിൽ തന്നെയാണ് ഇടുന്നത്. കൂടാതെ തെങ്ങിൻ തൈകൾ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. നല്ല പ്രതിരോധശേഷിയുള്ളവയാണ് ചാവക്കാട് കുള്ളൻ തെങ്ങിൻ തൈകൾ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പറഞ്ഞാൽ കുറേശ്ശെ നമ്മൾ ചാവക്കാടൻ ബ്രീഡാണ് ഇവിടെ തൈകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവക്കാടൻ തേങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാമ്പും നല്ല കാമ്പ് കട്ടിയും പിന്നെ അതുമാതിരി തന്നെ നല്ല വെള്ളവും പിന്നെ അത് അത്യാവശ്യം വലിപ്പവും ഉണ്ടാവും. പിന്നെ ഈ തെങ്ങിൻ തൈക്ക് ആയുസ്സും കൂടുതലാണ്. എന്നുവെച്ചാൽ നല്ല കടവണ്ണവും നല്ല തൈ ഒരുപാട് കൊല്ലം ഒരേ നിലയിൽ കായ്ച്ചുകൊണ്ടിരിക്കണം. 5 കൊല്ലം 6 കൊല്ലം നമ്മൾ നോക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ നല്ല തെങ്ങുകളാണ്. ഇപ്പോൾ സാധാരണ വരുന്ന ബ്രീഡുകൾ മാതിരിയല്ല. ഇത് ഒരു 50, 60, 70, 80 വർഷം വരെ നിൽക്കുന്ന തെങ്ങുകളാണ് കംപ്ലീറ്റ്. ചാവക്കാടൻ തേങ്ങിൻ്റെ പ്രത്യേകത അതാണ്. തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയ്ക്കൊപ്പം ഫലവൃക്ഷങ്ങളായ മാവ്, പ്ലാവ്, പപ്പായ, സപ്പോട്ട, ഇലുമ്പപ്പുളി തുടങ്ങിയവയ്ക്കൊപ്പം പച്ചമുളക്, കുരുമുളക്, മരച്ചീനി, കത്തിരിക്ക തുടങ്ങിയ പച്ചക്കറികളും കൃഷി ചെയ്യുന്നു. വിയറ്റ്നാം സൂപ്പർ ഏളി പ്ലാവിൽ കുഞ്ഞൻ ചക്കകൾ കായ്ച്ചു നിൽക്കുന്നു. കടപ്പുറം പഞ്ചായത്തിന്റെയും മൃഗാശുപത്രിയുടെയും കൃഷിഭവന്റെയും ഒക്കെ സഹകരണം വേണ്ടുവോളം ലഭിക്കുന്നുണ്ട്. കോഴിയും ആടും വളർത്തി തുടങ്ങിയപ്പോഴാണ് അവയ്ക്ക് തീറ്റ ലഭിക്കാനുള്ള പ്രയാസം മനസ്സിലാക്കുന്നത്.
അങ്ങനെ സ്വന്തമായി തീറ്റ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. കാലിത്തീറ്റ നിർമ്മാണത്തിൽ ശാസ്ത്രീയ പരിശീലനം ലഭിച്ചു തന്നെയാണ് സലീം ഗോതയിലിറങ്ങിയത്. കാലിത്തീറ്റയ്ക്ക് നിരവധി ആവശ്യക്കാർ വന്നതോടെ വിപണി അറിഞ്ഞുതന്നെ സലീം ഒരു ഫീഡ്സ് ഷോപ്പും തുടങ്ങി. ഇപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് കോഴിയും പിന്നെ ആടും അങ്ങനായിട്ട് കൃഷി നടത്തിയിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് തീറ്റയുടെ ഇവിടെ കിട്ടാൻ വളരെ ദൂരം പോകണം, കുറച്ച് ദൂരം പോകണം, 4-5 കിലോമീറ്ററൊക്കെ പോകണം. അപ്പോൾ ഈ ഭാഗത്തൊന്നും അങ്ങനെയുള്ളൊരു ഷോപ്പില്ല കടകളിൽ. അപ്പോൾ ഇവർക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഇവിടെ കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട്. കുറേ പിന്നെ എക്സ്പെൻസാണ് തീറ്റ കൊണ്ടുവരാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ തീറ്റയിലേക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ കോവിഡ് സമയത്താണ് ഞാനത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം ഞാൻ ഈ കോഴിയുടെ തീറ്റ പശുവിൻ്റെ തീറ്റ മാത്രമേ എടുത്തിരുന്നുള്ളൂ. അപ്പോൾ ആലോചിച്ചു പിന്നെ എനിക്കും വേണം ഫീഡ്സ്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് തുടങ്ങിയത്. കുറച്ച് ചെറിയൊരു സംരംഭം ആക്കിയിട്ടാണ് തുടങ്ങിയത്. പിന്നെ അത് നോക്കുമ്പോൾ ആൾക്കാർക്ക് ആവശ്യക്കാർ കൂടുതലായി. അപ്പോൾ കോവിഡ് സമയത്ത് കണ്ടമാനം ആൾക്കാരുണ്ട്. പിന്നെ മുയലിൻ്റെ തീറ്റ, ആടിൻ്റെ തീറ്റ, പശുവിൻ്റെത്, പലതരം തവിടുകൾ, അവല്, അരിത്തവിട്, അങ്ങനെ ഫൈബർ, അങ്ങനെ ആയിട്ട് കുറേ തവിടുകളും കാര്യങ്ങളും 5-10 തവിട് തന്നെ ഞാൻ കൊടുന്ന് ഇവിടെ കൊടുന്ന് എല്ലാം പെട്ടെന്ന് സെയിലാവുന്നുണ്ട്. പിന്നെ ഇതുമാതിരത്തെ ഒരു ഷോപ്പ് ഇവിടെ ഇല്ല, ഈ പരിസരത്ത് ഇല്ല, ഈ ഒരു 5-10 കിലോമീറ്ററിൻ്റെ ഉള്ളിലില്ല. ഇവിടെ ഈ എല്ലാം കിട്ടുന്നൊരു ഷോപ്പായിട്ട് പലർക്ക് കടകളിലാണ് 1-2-3-4 ഐറ്റംസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നോക്കി ഓരോ കാര്യങ്ങളും പഠിച്ച് വന്ന് നോക്കി ഓരോ തീറ്റകളൊക്കെ പഠിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മണ്ണുത്തിയിൽ പോയിരുന്നു. മണ്ണുത്തിയിലൊരു 3 ദിവസം ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, മറ്റേ കാലിത്തീറ്റ എങ്ങനെ ഉണ്ടാക്കണത്. അന്ന് മണ്ണുത്തിയിൽ ഒരു 5-6 മാസം മുന്നേ അവിടെ ഒരു ട്രെയിനിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അവിടെ. അപ്പോൾ അതിൽ ഞാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മണ്ണുത്തിൽ നിന്ന് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞ് 20 ആൾ ഒരു ബാച്ചിലേക്ക് എടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ബാച്ചാണ് ഞങ്ങൾ. അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കാലിത്തീറ്റ എങ്ങനെ ഉണ്ടാക്കണം, എന്താണ് അതിൻ്റെ ഫോർമുല, എത്ര പ്രോട്ടീൻ വേണം, അങ്ങനെ കോമ്പൗണ്ട് ആയിട്ടാണ് ഞങ്ങൾ അന്ന് 3 ദിവസത്തെ ട്രെയിനിങ്ങാണ്. ചേറ്റുവ പുഴയോരത്തെ സ്വച്ഛസുന്ദരമായ പ്രദേശത്താണ് സലീമിന്റെ കൃഷിയിടം. സുനാമിയും വെള്ളപ്പൊക്കവും പ്രളയവും ഒക്കെ അതിജീവിച്ചാണ് സലീം ഇവിടെ കൃഷി ഇറക്കുന്നത്. ഉപ്പുവെള്ളത്തിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും സലീമിന് ശുദ്ധജലത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രകൃതി സ്രോതസ്സുകൾ നഷ്ടപ്പെടുത്താതെ തന്നെയാണ് സലീമും കുടുംബവും ജീവിക്കുന്നത്. മഴവെള്ളം ഒട്ടും പാഴാക്കുന്നില്ല. തോട്ടത്തിൽ പലയിടങ്ങളിലായി ജലസംഭരണികൾ സജ്ജീകരിച്ചിരിക്കുന്നു. കുളത്തിൽ വിവിധതരം മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട്. ജലസേചനത്തിനായി 3 കിണറുകളും കുളവും മഴവെള്ള സംഭരണിയുമുണ്ട്. ഒട്ടും മഴവെള്ളം പാഴാക്കാതെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഞാൻ ആട് വളർത്തുന്നതുകൊണ്ടുള്ള ഗുണം, പശുവിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ കാണുന്ന ഈ വളങ്ങളും ഒക്കെ എനിക്ക് കാശ് കൊടുത്ത് മേടിക്കില്ല. നിങ്ങൾക്ക് അവർ തീറ്റ കൊടുത്താൽ കാഷ്ടം ഇത് ഭംഗിയായിട്ട് തരും. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വളങ്ങൾ. കോഴിക്കാട്ടവും പശുവിൻ്റെ ചാണകമാണ് മാത്രം ഇടുക ഇവിടെ. അത് ഡെയിലി കിട്ടുന്ന ഇങ്ങനെ കൊടുന്നിടും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല പച്ചപ്പും നല്ല കായ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇടയ്ക്ക് നനച്ചു കൊടുക്കും വേനലിക്ക്. വർഷകാലത്ത് പിന്നെ നടക്കേണ്ട ആവശ്യമില്ല. ഈ കട ഇങ്ങനെ തുറന്നിട്ട് തന്നെ ഇരിക്കുള്ളൂ. കട മൂടാറില്ല. ഞാൻ ഇത്രയും വെള്ളം 10-300 ലിറ്റർ വെള്ളം ഓരോ കടക്കലും ഇങ്ങനെ നിൽക്കും. അത് നമുക്ക് ഉപകാരപ്പെടും. കാരണം വെച്ചാൽ ഈ ഇത്രയും അടുത്ത് പുഴകളിലാണ്, ഉപ്പിൻ്റെ പുഴയാണ്. ഇവിടെ ഞങ്ങൾ നല്ല വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത്രയും കുളങ്ങളിലും സംഭരിക്കുന്നു, കിണറുകളിലും സംഭരിക്കുന്നുണ്ട്, കടകളിലും സംഭരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ജലസംഭരണിയാണ്. വേനയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം ഇന്ന് വരെ വരാറില്ല. വന്നിരുന്നു കുറേ മുന്നം. പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് പഠിച്ചപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മളെ വീടൊക്കെ വെച്ച് അതിൻ്റെ ശേഷം 1 കിണർ കുത്തി, 2 കിണർ കുത്തി, 3 കിണർ കുത്തി, പിന്നെ കുളമുണ്ട്, പഴയ കുളമുണ്ട്. അതിങ്ങനെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്.
കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളങ്ങളൊക്കെ നമ്മളെ ഭൂമിയിൽ തന്നെയാണ് നിൽക്കുന്നത്, വെള്ളം പുറത്ത് പോകണില്ല. അപ്പോൾ നമുക്ക് വേനയ്ക്ക് എത്ര വന്നാലും വേനയ്ക്ക് ഒരു പ്രശ്നങ്ങളില്ല. 10,000 ലിറ്ററിന്റെ മഴവെള്ള സംഭരണി നിർമ്മിച്ചിട്ടുണ്ട്. തെങ്ങിന് ചുവട്ടിൽ തന്നെയാണ് നാളികേരം കൂട്ടിയിട്ടിരിക്കുന്നത്. അബ്ദുൾ സലീമിന്റെ പ്രവാസകാലത്ത് ഭാര്യ വഹീദയാണ് കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. തേങ്ങ തരംതിരിച്ചെടുക്കുന്നത് വഹീദ അബ്ദുൾ സലീമാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ ആണെങ്കിലും കൂടെ നമുക്ക് വെള്ളത്തിന് വലിയ ക്ഷാമമൊന്നുമില്ല, ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരുപാട് വീടുകളും ചുറ്റുപാടുകളുമാണ് ഇവിടെ ഉള്ളതെങ്കിലും നമ്മളെ ചുറ്റുപാട് വളരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണ രീതിയിലുള്ള വെള്ളവും മറ്റുള്ള സൗകര്യങ്ങളുണ്ട്. അതിനൊരുപാട് സപ്പോർട്ട് നമ്മുടെ കടപ്പുറം പഞ്ചായത്ത് നമുക്ക് തരുന്നുണ്ട്. എല്ലാ കൃഷിയും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ടാണ്. കൃഷിഭവനിൽ നിന്നും നമ്മളെ അനിമൽസും മറ്റേ ബേഡ്സ് അങ്ങനെയുള്ള ഐറ്റംസുകളെ വളർത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ നമുക്ക് സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട്. പിന്നെ കൃഷിയുടെ കാര്യത്തിലും വളവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കുകയും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും വന്ന് നോക്കിപ്പോയി നമ്മളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് തരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവർ സപ്പോർട്ടോടുകൂടെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സഹായം അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കണമുണ്ട്, എത്തുന്നുണ്ട്. 2002 മികച്ച സംയോജിത കർഷകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അബ്ദുൾ സലീമിന്. പ്രവാസ ജീവിതം മതിയാക്കിയെങ്കിലും മണ്ണിലിറങ്ങി വീട്ടാവശ്യത്തിനുള്ളതെല്ലാം നിർമ്മിക്കുന്ന ഈ ദമ്പതികൾ വളർന്നുവരുന്ന തലമുറയ്ക്ക് മാതൃകയാവുകയാണ്. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com. കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvom